ഷിൻജുക്കു ഇൻസിഡന്റ് എന്ന രസകരമായ ഈ ഒരു ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ട് ജപ്പാനിൽ എത്തിച്ചേർന്ന ഒരു കൂട്ടം അനധികൃത കുടിയേറ്റക്കാരെ കാണിച്ചുകൊണ്ടാണ്. തൊട്ടു പിന്നാലെ ഒരു ജാപ്പനീസ് പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ കണ്ടു. അവരിലൊരാൾ ആ ഉദ്യോഗസ്ഥനെ കണ്ട നിമിഷം തന്നെ അവിടെയാകെ പരിഭ്രാന്തി പടർന്നു. ഒരു അക്രമാസക്തമായി ഏറ്റുമുട്ടൽ സംഭവിച്ചു. അതിന്റെ തരണിത ഫലമായി ആ ഉദ്യോഗസ്ഥന് മാരകമായി പരിക്കേറ്റു. ഇല്ലീഗൽ ഇമിഗ്രൻസ് ജപ്പാന്റെ പല ഭാഗത്തേക്കും കടന്നു കയറി. ആ സംഘത്തിൽ നിക്ക് എന്ന പേരുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. സ്റ്റീൽ ഹെഡ് എന്നെല്ലാവരും വിളിച്ചിരുന്ന ഒരു പാവം മനുഷ്യൻ. തന്റെ കൈവശം ഒന്നുമില്ലാതെ ജപ്പാനിൽ എത്തിച്ചേർന്ന നിക്ക് അതിജീവനത്തിനായി ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി വസ്ത്രങ്ങളും ചെരുപ്പുകളും എടുത്തു. അപകടം നിറഞ്ഞ സമുദ്രമാർഗത്തിലൂടെ ജപ്പാനിലേക്ക് പ്രവേശിച്ചിരുന്ന അവൻ നേരത്തെ ജപ്പാനിലേക്ക് കുടിയേറിയ തന്റെ ഒരു പഴയ സുഹൃത്തായ ജയ് എന്ന ചൈനീസ് വംശജനെ തിരയാൻ തുടങ്ങി. നിക്ക് നഗരത്തിലൂടെ അലഞ്ഞുതിരിയുമ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുക എന്നതായിരുന്നു അവന്റെ പ്രധാന ആശങ്ക. പിടിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തതിനാൽ അവൻ അതീവ ജാഗ്രത പുലർത്തി. ഈ സമയത്ത് ചൈനയിലെ നിക്കിന്റെ ജീവിതകാലത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ദൃശ്യമാവുകയാണ്. ചൈനയിൽ അവനൊരു ട്രാക്ടർ ഓടിക്കുകയായിരുന്നു. ലളിതമെങ്കിലും സംതൃപ്തമായൊരു ജീവിതമാണ് അവൻ നയിച്ചിരുന്നത്. നിക്കിന്റെ കാമുകിയായിരുന്ന യൂക്കോയ്ക്ക് കൂടുതൽ നല്ലൊരു വരുമാനം നേടുന്നതിനും നല്ല ജീവിതത്തിനും ജപ്പാനിലേക്ക് പോകണം എന്ന സ്വപ്നം എപ്പോഴും ഉണ്ടായിരുന്നു. സാമ്പത്തികമായി സ്ഥിരത കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൈനയിലേക്ക് തിരികെ വരാമെന്നും സന്തോഷത്തോടെ ജീവിക്കാം എന്നുമായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. അങ്ങനാണ് അവൾ ജപ്പാനിലേക്ക് പോയതും. അവൾ തിരികെ വരും, ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ വാക്കു നൽകിയതുകൊണ്ട് നിക്ക് അവളെയും കാത്തിരുന്ന് ചൈനയിൽ നാളുകൾ മുന്നോട്ടേക്ക് നീക്കി. അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും നിക്ക് അവളെ പിന്തുണച്ചിരുന്നു. എന്നിരുന്നാലും വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും യൂക്കോ തിരികെ വന്നില്ല. ജപ്പാനിൽ പോയിരുന്ന യൂക്കോ അവളുടെ അമ്മായിയോടൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും എന്നാൽ അമ്മായി പിന്നീട് മരണപ്പെട്ടതായും നിക്ക് അറിഞ്ഞു. പക്ഷേ യൂക്കോ എവിടെയാണെന്നോ അവൾക്കെന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. അങ്ങനെ നിക്കിന്റെ ഉള്ളിൽ കനത്ത ഭയവും ഉത്കണ്ഠയും നിറഞ്ഞു. ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു. ജപ്പാനിൽ പോവുക, യൂക്കോയെ തിരികെ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനായിരുന്നു അവൻ ജപ്പാനിലേക്ക് എത്തിപ്പെട്ടത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് തിരികെ എത്തുന്നു. തന്റെ കൂട്ടുകാരനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന നിക്ക് സുഹൃത്തായ ജയുടെ താമസസ്ഥലം കണ്ടെത്തി. വളരെ ഇടുങ്ങിയ വാടകയ്ക്കെടുത്തൊരു സ്ഥലത്തായിരുന്നു ജയ് താമസിക്കുന്നത്. ആ ചെറിയ മുറിക്കുള്ളിൽ 15 മുതൽ 20 ആളുകളുമായി അവൻ ഇടം പങ്കിടുന്നുണ്ട്. അവരെല്ലാവരും രേഖകളൊന്നുമില്ലാതെ ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് എത്തിയവരായിരുന്നു. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്തതിനാൽ വിശന്ന് തളർന്നിരുന്ന നിക്ക് അവിടെയുണ്ടായിരുന്ന ഭക്ഷണം വേഗത്തിൽ കഴിച്ചു തീർത്തു. ഭക്ഷണത്തിന് ശേഷം മുറി വൃത്തിയാക്കാൻ അവൻ ജയ്ക്കൊപ്പം കൂടി. തുടർന്ന് ജയ് അവനെ ഒരു പൊതുകുളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, പബ്ലിക് ബാത്ത് ഹൌസിലേക്ക്. എന്നിരുന്നാലും ആ കുളിമുറിക്കുള്ളിൽ യാക്കുസ ഗുണ്ടാ സംഘത്തിലെ അംഗങ്ങൾ നേരത്തെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ നേതാവ് ചൈനയിൽ നിന്നുള്ള ആളുകളെക്കുറിച്ച് വളരെ ക്രൂരവും ഭീഷണിപ്പെടുത്തുന്നതുമായ പരാമർശം നടത്തിക്കൊണ്ടിരുന്നു. ഇത് കേട്ട് നിക്കും ജയും വല്ലാതെ ഭയപ്പെട്ടു. ശാന്തത പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ താൻ യൂക്കോയെ തിരഞ്ഞാണ് ജപ്പാനിലെത്തിയത് എന്ന് നിക്ക് ജയ്ക്കടുക്കൽ പറഞ്ഞു. പക്ഷേ ജയ് അവനെ ഉപദേശിച്ചു, അവളെ തിരയുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി നിനക്ക് കണ്ടെത്തണം, എന്നാലേ ഇവിടെ സുരക്ഷിതമായി തുടരാൻ പറ്റൂ. അങ്ങനെ അവരിരുവരും ഒരു ജോലി അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ ഒരു ചെറിയ തുക കമ്മീഷൻ നൽകിയ ശേഷം അവർക്ക് മാലിന്യം ശേഖരിക്കുന്ന ജോലി ഒരാൾ വാങ്ങിക്കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിക്കിനും ജയ്ക്കും ജോലിയുണ്ടായിരുന്നു. അവരിരുവരും ജോലി ചെയ്തുകൊണ്ടിരിക്കെ തായ് എന്നൊരു വ്യക്തി മാലിന്യക്കൂമ്പാരം അവന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണ് അപകടത്തിലാകാൻ പോകുന്നത് നിക്ക് കണ്ടു. കൃത്യസമയത്തായിരുന്നു അവിടുത്തെ പ്രാദേശിക അധികാരികളും ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നത്. അപകടത്തിൽ പെട്ടിരുന്ന തായ് എന്ന ആ യുവാവിനെ നിക്കും ജയും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തിയെടുത്തു. അവരുടെ സഹായത്തിന് നന്ദി സൂചകമായി ചെറിയ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാവുന്ന ചില ഫോൺ കാർഡുകൾ തായ് അവർക്ക് നൽകി. ആ കാർഡുകളൊന്നും നിയമപരമായി ലഭിച്ചതല്ലെന്നും എന്നാൽ തങ്ങളുടെ സാഹചര്യത്തിലുള്ള പലരും ജീവിച്ചു പോകാൻ ഈ കാർഡുകൾ ഉപയോഗിക്കാറുണ്ട് എന്നും ജനിക്കിന് വിശദീകരിച്ചു കൊടുത്തു. ഈ ഫോൺ കാർഡുകൾ ഉള്ളതിനാൽ തൽക്കാലത്തേക്ക് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമായിരുന്നു. കഥ അവിടെ നിന്നും ജപ്പാനിലെ ഏറ്റവും ശക്തനായ യാക്കുസ നേതാക്കളിൽ ഒരാളുടെ ശവസംസ്കാര ചടങ്ങിലേക്ക് തിരിയുന്നു. അന്തരിച്ച നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ യാക്കുസ സിൻഡിക്കേറ്റ് മുഴുവനായി അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ചീഫിന്റെ വേർപാടിനു ശേഷം മരഗുച്ചി എന്ന പുതിയൊരു നേതാവ് ആ സ്ഥാനത്ത് നിയമിതനായി. മരഗുച്ചിയുടെ നേതൃത്വത്തിന് കീഴിൽ ശ്രദ്ധിക്കപ്പെട്ടേക്കാവുന്ന ചില ജൂനിയർമാരുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഇഗുച്ചി. എന്നിരുന്നാലും തൊക്കുഗാവ എന്ന പേരുള്ള മറ്റൊരംഗത്തിന് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ വോട്ടുകളായിരുന്നു ലഭിച്ചത്. നിരാശനായി
അസ്വസ്ഥനും അപമാനിതനുമായ തൊക്കുഗാവ കടുത്ത അമർഷത്തോടെ കടൽ തീരത്തെ ആ ശവസംസ്കാര ചടങ്ങിൽ നിന്നിറങ്ങിപ്പോന്നു. അതിനിടയിൽ അനധികൃത ചൈനീസ് കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു കർക്കശക്കാരനായ പോലീസ് ഇൻസ്പെക്ടറെ നമ്മൾ പരിചയപ്പെടുന്നു. അന്ന് നിക്കും മറ്റ് കുടിയേറ്റക്കാരും ഒരു അഴുക്കുചാൽ തുരങ്കത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നായിരുന്നു പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തിയത്. അവർ നിക്കിനെയും മറ്റ് കുടിയേറ്റക്കാരെയും വളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും വരിവരിയായി നിർത്തി അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സംസാരിക്കാൻ ഒരു ട്രാൻസ്ലേറ്ററെ കൊണ്ടുവന്നിരുന്നു. നിർഭാഗ്യവശാൽ ആ ട്രാൻസ്ലേറ്ററുടെ ചൈനീസ് ഭാഷ വളരെ മോശമായതിനാൽ ആശയവിനിമയം പ്രയാസകരമായി. തൽഫലമായി ഇൻസ്പെക്ടർ കറ്റാനോ മുന്നോട്ട് വന്ന് തനിക്കറിയാവുന്ന പരിമിതവും തെറ്റായതുമായ ചൈനീസ് ഭാഷയിൽ സംസാരിച്ചു. ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുടിയേറ്റക്കാരിൽ ഒരാളെ വിലങ്ങുവെക്കാൻ ശ്രമിക്കുന്നത് അവിടെയാകെ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ആകെ നിറഞ്ഞ ഈ ആശയക്കുഴപ്പത്തിനിടയിൽ സംഘത്തിലെ ചൈനീസുകാർ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഇൻസ്പെക്ടർ കറ്റാൻ അവരുടെ പിന്നാലെയോടി. അബദ്ധത്തിൽ അദ്ദേഹം മഴുക്കുചാലിലെ വെള്ളത്തിലേക്ക് വീണു. നീന്താൻ അറിയാത്തതിനാൽ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അത് കണ്ട് നിക്ക് ധീരമായി വെള്ളത്തിലേക്ക് എടുത്തുചാടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇൻസ്പെക്ടർ കിറ്റാനോ സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിക്ക് വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ പ്രവൃത്തി ആ ഇൻസ്പെക്ടറിൽ വലിയൊരു സ്വാധീനം ചെലുത്തി. ഈ കുടിയേറ്റക്കാരും മറ്റുള്ളവരെ പോലെ ഹൃദയമുള്ള മനുഷ്യരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നെങ്കിലും തന്റെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്യും എന്നും കറ്റാനോ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു. അടുത്ത ദിവസം ജയും നിക്കും ഒന്നിച്ച് ഒരു പ്രാദേശിക വിപണി സന്ദർശിച്ചു. മാർക്കറ്റിൽ വെച്ച് ചില ആളുകൾ ഒരു എതിർപ്പുമില്ലാതെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നത് നിക്ക് ശ്രദ്ധിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, അവരെ തടയാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ജയാണ് അപ്പോൾ വിശദീകരിച്ചത്. ജാപ്പനീസ് ആളുകൾ പൊതുവെ വളരെ സത്യസന്ധരാണ്. അക്കാരണത്താൽ കടയുടമകൾ പലപ്പോഴും അവരുടെ കടകൾ ആരുമില്ലാതെ ഇട്ടിട്ടു പോകാറുണ്ട്. ഉപഭോക്താക്കൾ അവർക്ക് ആവശ്യമുള്ളത് എടുക്കും, കൃത്യമായ തുക അവിടെ വെച്ചിട്ട് പോകും. അതവരുടെ വിശ്വാസമാണ്. നിക്കിന് വലിയ മതിപ്പ് തോന്നി. പിന്നീട് മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ പലപ്പോഴും മറച്ചുവെക്കുന്ന ഒരു കരിഞ്ചന്ത പ്രദേശത്തേക്ക് അവർ പോയി. അവിടെ ആ സാധനങ്ങൾക്ക് അവർക്ക് വലിയൊരു തുക ലഭിച്ചു. എന്നാൽ നിക്ക് അടിയുറച്ച തത്വങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. മോഷ്ടിച്ച വസ്തുക്കൾ വിറ്റ് അങ്ങനെ നേടിയ പണം അതിൽ നിന്ന് ലാഭം നേടുന്നതിൽ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ ആ പണത്തിന്റെ വിഹിതം വാങ്ങാൻ അവൻ വിസമ്മതിച്ചു. അതിനു പകരം അവനൊരു പ്രാദേശിക റെസ്റ്റോറന്റിൽ പാത്രം കഴുകുന്ന ഒരു ജോലി കണ്ടെത്തി. ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു യുവതി നിക്കിന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥ ശ്രദ്ധിച്ചു. അവൾ ദയോടെ അവന് കുറച്ച് ടിപ്പ് നൽകിയിട്ട് മദ്യപിച്ച നിലയിലുള്ള പ്രായമായ ഒരു മനുഷ്യനോടൊപ്പം അവിടെ നിന്ന് നടന്നുപോയി. പെട്ടെന്നായിരുന്നു ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ അവിടെ കടന്നുവരുന്നതും ആ യുവതിയെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നതും. അവിടെ ഒരു കയ്യാങ്കളി നടക്കുകയാണ്. അതിനിടയിൽ യുവതിക്കൊപ്പമുള്ള പ്രായമായ മനുഷ്യന് പരിക്കേറ്റു. എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ട് നിക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങൾ മാറ്റിവെച്ച് അടുത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്ത് ആ പ്രശ്നക്കാരെ നേരിടാൻ ധീരമായി മുന്നോട്ട് വന്നു. ഭയന്നുപോയ ആ അക്രമികൾ വേഗത്തിൽ ഓടിപ്പോയി. എന്നിരുന്നാലും ആ വൃദ്ധന് സാരമായി പരിക്കേറ്റതിനാൽ ആ യുവതി അദ്ദേഹത്തെയും കൂട്ടി വേഗം വൈദ്യസഹായം തേടിപ്പോയി. നിക്കും കൂടെ പോയിരുന്നു. ആ യുവതിക്ക് അടുത്തു തന്നെ ഒരു ബാറുണ്ടെന്നും അവളുടെ പേര് ലില്ലി എന്നാണെന്നും വൈകാതെ മനസ്സിലായി. നന്ദി സൂചകമായി ലില്ലി തന്നെ സഹായിച്ചതിന് നിക്കിന് കൂടുതൽ പണം വാഗ്ദാനം ചെയ്തു. പക്ഷെ എന്നാൽ ഇത്തവണയും നിക്കത് വാങ്ങാൻ വിസമ്മതിച്ചു. തന്നെയുമല്ല, അവൾ നേരത്തെ നൽകിയ പണം കൂടി അവൾക്ക് തിരികെ നൽകി. അവന്റെ പ്രവൃത്തികളിലൂടെ ഏതൊരു സാഹചര്യത്തിലും സ്വന്തം മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന അടിയുറച്ച തത്വങ്ങളുള്ള മര്യാദക്കാരനായ ഒരു വ്യക്തിയാണ് നിക്കെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജയോടൊപ്പം ഒരു റെസ്റ്റോറന്റിൽ നിക്ക് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇഗുച്ചി എന്ന് പേരുള്ള ഒരാൾ ഭാര്യയോടൊപ്പം ബാറിലേക്ക് വരുന്നത് നിക്ക് ശ്രദ്ധിച്ചു. ഇഗുച്ചിയുടെ ഭാര്യ തന്റെ യോക്കോ ആണെന്ന് അറിഞ്ഞതും നിക്ക് പൂർണ്ണമായും ഞെട്ടിപ്പോയി. സ്തംഭിച്ചുപോയ അവൻ ഹൃദയവേദനയോടെ അവളെ നോക്കി നിന്നു. യോക്കോയും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. അവർക്കിടയിലെ നിശബ്ദമായ ആ നോട്ടം ഇഗുച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾക്ക് സംശയം തോന്നി. വീട്ടിലെത്തിയ ശേഷം ഇഗുച്ചി യോക്കോയോട് ചോദിച്ചു, നിന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അതാരാണ്? നീ എന്തിനാ അവനെ അങ്ങനെ തിരികെ നോക്കിക്കൊണ്ടിരുന്നത്? ആ മനുഷ്യൻ തന്റെ നാട്ടുകാരൻ മാത്രമാണ് എന്ന് യോക്കോ മറുപടി നൽകി. യോക്കോ ആരാണെന്ന തിരിച്ചറിവ് നിക്കിന്റെ ഹൃദയം തകർത്തു. തനിക്കായി യോക്കോ കാത്തിരിക്കും, തിരിച്ചുവരും എന്നൊക്കെ നിക്കെന്നും പ്രതീക്ഷിച്ചിരുന്നു. ഒരാൾ എത്രമാത്രം സത്യസന്ധനോ ദയുള്ളവനോ ആണെങ്കിലും ലോകം എല്ലായ്പ്പോഴും തന്റെ നന്മയ്ക്ക് പ്രതിഫലം നൽകിയേക്കില്ല എന്നാ നിമിഷം അവന് തോന്നി. അധികാരമോ സ്വാധീനമോ ഇല്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്തെ യഥാർത്ഥത്തിൽ അതിജീവിക്കാൻ കഴിയില്ല എന്നവൻ അതോടെ വിശ്വസിക്കാൻ തുടങ്ങി.
ഏറെ നിരാശനായ നിക്ക് തന്റെ സത്യസന്ധതയുടെ പാതുപേക്ഷിച്ച് അധോലോക ബിസിനസിന്റെ ലോകത്തേക്ക് ചുവടുവെക്കുകയായിരുന്നു. അവനും ഒരു കൂട്ടം ആളുകളും ചേർന്ന് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ തുടങ്ങി. സാധനങ്ങൾ മോഷ്ടിക്കുന്നത് മുതൽ ലാഭത്തിനായി ഗാംബ്ലിംഗ് മെഷീൻസ് കേടുവരുത്തുന്നതുവരെ അതിൽ ഉൾപ്പെട്ടിരുന്നു. നിയമവിരുദ്ധമായ ഒന്നിന്റെയും ഭാഗമാകാൻ വിസമ്മതിച്ചിരുന്ന അവന്റെ സുഹൃത്ത് ജയിൽ നിന്ന് അകന്നുപോയിരുന്ന നിക്ക് തന്റെ ആ ജീവിത രീതിയിൽ പൂർണ്ണമായും മുഴുകി. അപകടങ്ങളെയും പ്രത്യാഘാതങ്ങളെയും ഏറെ ഭയപ്പെട്ടിരുന്ന ജെ അവരുടെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നിരുന്നു. ഒരു ഘട്ടത്തിൽ നിക്ക് ജെയോട് അവന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചും ജീവിതത്തിൽ നിന്ന് അവനെന്താണ് ആഗ്രഹിക്കുന്നതെന്നും ചോദിച്ചു. തനിക്ക് സമാധാനപരവും സാധാരണവുമായ ഒരു ജീവിതം നയിക്കണമെന്നും ഒരുപക്ഷെ ഒരു ചെറിയ നിലക്കടല കടയെങ്കിലും നടത്തണമെന്നും ലളിതവും സത്യസന്ധവുമായ എന്തെങ്കിലും ചെയ്യണമെന്നുമായിരുന്നു അവൻ മറുപടി നൽകിയത്. ജെയുടെ വിനയം നിറഞ്ഞ ആ സ്വപ്നം നിക്കിനെ അത്ഭുതപ്പെടുത്തി. ജെയുടെ ലാളിത്യത്തോടും സത്യസന്ധമായ സ്വപ്നങ്ങളോടുമുള്ള കൃതജ്ഞതയായി നിക്കും അവന്റെ ആളുകളും ചേർന്ന് അവനൊരു ചെറിയ നിലക്കടലക്കട വാങ്ങി നൽകി. അത് ജെയെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. പണം സമ്പാദിക്കാൻ നിയമപരമായ ഒരു മാർഗം ലഭിച്ചതിൽ അവൻ ആവേശഭരിതനായി. മറുഭാഗത്ത് നിക്ക് തന്റെ പുതിയ ബിസിനസ്സുകളിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ജെ ഒരു പ്രാദേശിക ഗുണ്ടയുടെ മകൾക്ക് സ്നേഹത്തോടെയും പരിചരണത്തോടെയും ഭക്ഷണം നൽകി. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടിയുടെ പിതാവ് അത് കണ്ടു. ജയ തന്റെ മകളോട് മോശമായി ഇടപെടുകയാണ് എന്ന് ചിന്തിച്ച ആ പിതാവ് ജയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു. അതിനെക്കുറിച്ച് കേട്ടതും നിക്ക് കോപാകുലനായി. അവൻ തന്റെ 2-3 ആളുകളെ കൂട്ടി ആ പ്രാദേശിക ഗുണ്ടയെ നേരിടാൻ പുറപ്പെട്ടു. ആ ഗുണ്ടയുടെ താവളത്തിൽ വെച്ച് അവരെ എതിരിടാനായിരുന്നു നിക്കിന്റെ തീരുമാനം. പക്ഷേ ഗുണ്ടയുടെയും ആളുകളുടെയും എണ്ണം കൂടുതലായിരുന്നു. നിക്കും സുഹൃത്തുക്കളും പക്ഷേ തങ്ങൾ വന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നു. തിരിച്ചടിക്കാൻ അവർക്ക് കിട്ടുന്നതെന്തും അവർ ഉപയോഗിച്ചു. കാര്യങ്ങൾ വഷളാകുമെന്ന് തോന്നിയ നിമിഷം നിക്കിന്റെ കൂടുതൽ സുഹൃത്തുക്കൾ അവിടെയെത്തുകയും അവർ ഒരുമിച്ച് ഗുണ്ടാസംഘത്തെ ഒതുക്കുകയും ചെയ്തു. ആ ഒരു വഴക്ക് വലിയൊരു ബഹളത്തിന് കാരണമായി. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി. തനിക്ക് വേഗത്തിൽ രക്ഷപ്പെടണം എന്ന് മനസ്സിലാക്കിയ നിക്ക് ജെയുടെ നിലക്കടലക്കട എടുക്കാനായി അവിടെ നിന്നോടി. നിക്ക് എത്തുമ്പോഴേക്കും ഇൻസ്പെക്ടർ കറ്റാനോ അവിടെ ഉണ്ടായിരുന്നു. നിക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം കറ്റാനോ അവനോട് നന്ദി പറഞ്ഞു. അഴുക്കുചാലിൽ വെച്ച് നിക്ക് തന്റെ ജീവൻ രക്ഷിച്ച ദിവസം കറ്റാനോ ഓർത്തെടുത്തു. അദ്ദേഹം ആ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുകയായിരുന്നു. നിക്കിന് ആ നിലക്കടലക്കടയുമായി രക്ഷപ്പെടാൻ ആവശ്യത്തിന് സമയം നൽകിക്കൊണ്ട് അദ്ദേഹം പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. ആ ഏറ്റുമുട്ടലൊക്കെ നടന്നതിന് ശേഷം താൻ മടങ്ങിവരുന്നതുവരെ ഗെയിമിംഗ് മെഷീനുകളുടെ അടുത്തുപോയി കുറച്ചു നേരം കാത്തുനിൽക്കാമോ എന്ന തരത്തിൽ നിക്ക് ജെയോട് ചോദിച്ചു. ജയ് അങ്ങനെ ഗെയിമിംഗ് പാർലറിന്റെ അകത്ത് കയറി അവിടെ പോയിരുന്നു. ആ സമയം ഗാവോ എന്നു പേരുള്ള ഒരാൾ വന്ന് മെഷീനുകളിൽ അവൻ കൃത്രിമം കാണിച്ചുവെന്നാരോപിച്ച് അവനെ കുറ്റപ്പെടുത്തി. താനിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്നും ഇതിനു പുറത്ത് നിലക്കടല വിൽക്കുക മാത്രമാണ് തന്റെ ജോലിയെന്നും ജെ വിശദീകരിച്ചെങ്കിലും ഗാവോ അത് കേൾക്കാൻ തയ്യാറായില്ല. അവൻ ജയെ ഗെയിമിംഗ് പാർലറിൽ നിന്ന് അക്രമാസക്തമായി പുറത്തേക്ക് വലിച്ചിഴച്ചു. ജയെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോ അടുത്തുണ്ടായിരുന്ന തായ് എന്ന വ്യക്തി ഈ കാഴ്ച കണ്ടു. അവൻ വേഗത്തിൽ നിക്കിനെ കണ്ടെത്താൻ ഓടുകയും സംഭവിച്ചതൊക്കെയും അവനോട് പറയുകയും ചെയ്തു. അവർ ഒരുമിച്ച് ജയെ രക്ഷിക്കാൻ ഗെയിമിംഗ് പാർലറിലേക്ക് കുതിച്ചു വന്നു. എന്നിരുന്നാലും അവർ എത്തുമ്പോഴേക്കും ഗുണ്ടയായ ഗാവോ ജയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അവന്റെ ശരീരമാസകലം ചതവുകളും പരിക്കുകളും ഏറ്റിട്ടുണ്ടായിരുന്നു. ഗാവോ പക്ഷേ അതുകൊണ്ടും നിർത്തിയില്ല. ഒരു കൈയില്ലാതെ ജയ്ക്കിനി ഒരിക്കലും ഗെയിം മെഷീൻസ് കേടാക്കാൻ പറ്റില്ല, ഗെയിം കളിക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജയുടെ ഒരു കൈ എടുത്തു മാറ്റുന്നതുവരെ കാര്യങ്ങളെത്തി. ജെ അതോടെ പൂർണ്ണമായും തകർന്നു. നിക്കും മറ്റുള്ളവരും എത്തുമ്പോ ജയുടെ അറുത്തുമാറ്റിയ കൈ തിരികെ നൽകാൻ ഗാവയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ക്രൂരനും ഹൃദയശൂന്യനുമായ ഗാവോ ആ കൈ ചവിട്ടി ഞെരിച്ചുകൊണ്ട് തന്റെ ക്രൂരത ഒന്നുകൂടി കാണിക്കുകയായിരുന്നു ചെയ്തത്. ആ ഘട്ടത്തിൽ ഗാവോയോട് സംസാരിച്ച് ഒത്തുതീർപ്പിലെത്താൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവൻ ജയെ വേഗത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ ജപ്പാനിൽ നിയമവിരുദ്ധമായി ജീവിക്കുന്നതിനാൽ ആശുപത്രിയിൽ പോയാൽ പോലീസ് ഇടപെടുമെന്നും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അധികാരികളെ അറിയിക്കാതെ തന്റെ സുഹൃത്തിന് വൈദ്യസഹായം ലഭിക്കുന്നത് ഉറപ്പാക്കാൻ നിക്ക് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ജയെ ചികിത്സിച്ചു. ജയ ചികിത്സയിൽ കഴിയുമ്പോ തന്റെ സുഹൃത്തിന്റെ വേദനയും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് നിക്ക് വളരെയധികം വികാരാധീനനായി. അത് സഹിക്കാൻ കഴിയാതെ തെറ്റിദ്ധാരണയിലൂടെയാണെങ്കിലും തന്റെ സുഹൃത്തിനെ ഉപദ്രവിച്ചവരുടെ കാര്യം സ്വയം ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ നിക്ക് തീരുമാനിച്ചു. ജയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം എന്നുറച്ച തീരുമാനത്തോടെ അവൻ തനിച്ച് ക്ലബിലേക്ക് പോയി. ഒരു വാളുമേന്തി നിക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോ ഗാവോയും ഇഗുച്ചിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോവുകയായിരുന്നു. ഇഗുച്ചി അതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഗാവോയുടെ സംഘം ഇഗുച്ചിക്കെതിരെ അപകടകരമായ എന്തോ ഒന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നതും വ്യക്തമാവുന്നുണ്ട്. ഇഗുച്ചിയെ ആക്രമിക്കാൻ അവിടുള്ള ആളുകൾ തയ്യാറെടുക്കുന്നത്
മറിഞ്ഞിരുന്ന നിക്ക് കണ്ടു. ഇഗുച്ചി അവർ ആക്രമിക്കാൻ പോകുന്നതിന്റെ തൊട്ടുമുമ്പ് നിക്ക് മുന്നോട്ടേക്ക് വന്നിടപെട്ടു. ആ ആക്രമണം തടയുകയും ചെയ്തു. ജെയോട് എന്തോ ചെയ്തു അതവൻ തിരികെ പ്രവർത്തിച്ചു. ശത്രുക്കളുടെ കൈവെട്ടി വീഴ്ത്തി. തുടർന്നവിടെ വലിയൊരു ബഹളമുണ്ടായി. അതിനിടയിൽ ഇഗുച്ചിയും നിക്കും ഒരുമിച്ച് രക്ഷപ്പെട്ടു. ഇഗുച്ചി നിക്കിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തന്നെ രക്ഷിച്ചതിന് നിക്കിനോട് ഇഗുച്ചിക്കൊരു നന്ദിയുണ്ടായിരുന്നു. അവിടെ വെച്ച് നിക്ക് യൂക്കോയെയും ഇഗുച്ചിയുടെ മകളെയും കണ്ടു. നിക്കിന്റെ ധീരതയിൽ ആകൃഷ്ടനായ ഇഗുച്ചി അവനൊരു ജോലി വാഗ്ദാനം ചെയ്തു. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ അയാൾക്കായി ജോലി ചെയ്യാൻ നിക്ക് വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. അടുത്ത ദിവസം ഇഗുച്ചി ഒരു വാഗ്ദാനവുമായി നിക്കിന്റെ വീട് സന്ദർശിച്ചു. പക്ഷേ ഇത്തവണ നിക്ക് ജോലി ഏറ്റെടുക്കാൻ സമ്മതിച്ചു. ഒരു കണ്ടീഷൻ വെച്ചു. അവന് ജപ്പാനിൽ ലീഗൽ സ്റ്റാറ്റസ് വേണം. അങ്ങനെയാണെങ്കിൽ ഇഗുച്ചിക്ക് വേണ്ടി അവൻ ജോലി ചെയ്യും. തന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഇഗുച്ചി അതിന് സമ്മതിച്ചു. അവനായി വലിയൊരു തുക നൽകുകയും ചെയ്തു. നിക്ക് ആ ജോലി സ്വീകരിക്കുകയും കഠിനമായി അധ്വാനിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പരസ്പരം മത്സരിക്കുന്ന യാക്കുസ വിഭാഗങ്ങൾക്കിടയിൽ അക്രമാസക്തമായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതോടെ അവന്റെ പ്രവർത്തനങ്ങൾ നഗരത്തിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. തെരുവുകൾ അരാജകത്വം കൊണ്ട് നിറയുകയും എല്ലായിടത്തും കൊലപാതകങ്ങൾ നടക്കാൻ ആരംഭിക്കുകയും ചെയ്തു. തന്റെ ശത്രുക്കളെയെല്ലാം വിജയകരമായി ഇല്ലാതാക്കിയ ശേഷം ഇഗുച്ചി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറി. വാഗ്ദാനം ചെയ്തതുപോലെ ഷിസുക്കു എന്ന ഏരിയയുടെ സംരക്ഷണ ചുമതല നിക്കിന് ലഭിച്ചു. അതിനിടയിൽ പണ്ട് നിക്കിനെയും അവന്റെ ആളുകളെയും പുച്ഛത്തോടെ നോക്കിയിരുന്ന ആളുകൾ ഇപ്പോൾ അവർക്ക് മുമ്പിൽ ബഹുമാനം കാണിക്കാനും വണങ്ങാനും ആരംഭിച്ചു. നിക്ക് ഷിസുക്കുവിന്റെ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞതിനാൽ ആ പ്രദേശത്തെ എല്ലാ നിയമവിരുദ്ധ ബിസിനസ്സുകളും നിർത്തലാക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ തന്റെ സുഹൃത്തുക്കളെ ഒന്നിച്ചുകൂട്ടി താൻ ഒരു പുതിയ തുടക്കം ആസൂത്രണം ചെയ്യുകയാണ് എന്നവരോടായി പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ ലോകമൊക്കെ ഉപേക്ഷിച്ച് നിയമപരമായ ഒരു ബിസിനസ് നടത്താനായിരുന്നു നിക്ക് ആഗ്രഹിച്ചത്. അതിനാൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ പെടാതിരിക്കാൻ അവർ ഒരു റെസ്റ്റോറന്റ് തുറക്കാൻ തീരുമാനിച്ചു. ജയൊഴികെ മറ്റെല്ലാവരും ഈ പുതിയ തീരുമാനത്തിൽ ആവേശഭരിതരായിരുന്നു. കൈ നഷ്ടപ്പെടുകയും മുഖത്ത് വലിയ പരിക്കുകൾ ഏൽക്കുകയും ചെയ്ത് ആഘാതകരമായ ആ ഒരു സംഭവത്തിനു ശേഷം ജയ് അത്യധികം മാറിപ്പോയിരുന്നു. നിക്കിന്റെ തീരുമാനത്തിൽ അവൻ അസംതൃപ്തനായി. അവന് എല്ലാത്തിനുമെതിരെ പോരാടണമായിരുന്നു. ജയ് സ്വയം അവഗണിക്കപ്പെട്ടതായും നിരാശയോടെയുമായിരുന്നു ഇരുന്നിരുന്നത്. അത് നിക്ക് ശ്രദ്ധിച്ചു. ജയെ സഹായിക്കാമെന്ന പ്രതീക്ഷയിൽ അവന്റെ സ്വന്തം ബിസിനസ് നടത്താൻ തന്റെ പ്രദേശത്തിന്റെ ഒരു ഭാഗം അവന് നൽകാൻ നിക്ക് തീരുമാനിച്ചു. വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു. ജയ് അപ്പോഴേക്കും പൂർണ്ണമായും മാറിയിരുന്നു. അവനിപ്പോൾ ഇഗുച്ചിയോടൊപ്പം ചേർന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുകയാണ്. മയക്കുമരുന്നിടപാടുകൾ നടത്തുകയും തെരുവുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വലിയൊരു ഗ്യാങ്സ്റ്ററായി അവൻ മാറിയിരുന്നു. അവനിപ്പോൾ ഒരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ്. ജെയുമായി കുറച്ചുകാലമായി നിക്കിന് ബന്ധമില്ലാതിരുന്നതിനാൽ അവന്റെ ഈ മാറ്റത്തെക്കുറിച്ച് നിക്ക് അറിഞ്ഞിരുന്നുമില്ല. എന്നിരുന്നാലും ഒരു ദിവസം ഇൻസ്പെക്ടർ കറ്റാനോ നിക്കിനെ സന്ദർശിച്ചു. അവന്റെ പഴയ സുഹൃത്തായ ജയ് ഇപ്പോൾ ഇഗുച്ചിയുടെ മയക്കുമരുന്ന് ബിസിനസ്സിൽ പങ്കാളിയാണെന്നും കുറ്റവാളികളോടൊപ്പം പ്രവർത്തിക്കുകയാണെന്നും കറ്റാനോ നിക്കിനെ അറിയിച്ചു. ജയ് ഇത്രയും മോശം പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന വാർത്ത നിക്കിനെ തകർത്തു കളഞ്ഞു. അവന് താൻ ചതിക്കപ്പെട്ടതുപോലെ തോന്നി. തന്റെ സുഹൃത്തുക്കൾ എപ്പോഴും കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെ അതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ആ ക്രൂരമായ യാഥാർത്ഥ്യത്തെ നിക്കിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. ജയ്ക്കെതിരെ ഒന്നും ചെയ്യരുതെന്നും താൻ അവനോട് സംസാരിക്കാമെന്നും നിക്ക് ഇൻസ്പെക്ടർ കറ്റാനോയ്ക്ക് വാക്കു നൽകി. എന്നിരുന്നാലും കറ്റാനോ അവന്റെ മുമ്പിൽ ഒരു നിബന്ധന കൂടി വെച്ചു. ഇഗുച്ചിക്കെതിരെ തെളിവ് നൽകാൻ നിക്കിന് സാധിക്കുകയാണെങ്കിൽ പോലീസ് അവനെ വെറുതെ വിടും. ജയെ സംരക്ഷിക്കാൻ ഇൻസ്പെക്ടറുടെ അടുക്കൽ സഹകരിക്കാൻ സുഹൃത്തായ ലില്ലിയും നിക്കിനെ ഉപദേശിച്ചു. എന്നാൽ നിക്ക് ഒന്നും മടിച്ചു. തന്റെ സുഹൃത്തുക്കളെ ചതിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം തനിക്കൊന്നുമില്ലാതിരുന്ന സമയത്ത് അവന് ഭക്ഷണവും അഭയവും നൽകിയത് ജയടക്കമുള്ള സുഹൃത്തുക്കളായിരുന്നു. ആ വൈകാരികമായ നിമിഷത്തിൽ എന്തു ചെയ്യണമെന്ന് ഏറെ ആലോചിച്ച നിക്ക് ഒടുവിൽ കറ്റാനോയ്ക്ക് മുമ്പിലെത്തി. ഇഗുച്ചിക്കെതിരെ തെളിവ് കൊടുക്കാൻ സ്വയം തീരുമാനിച്ചു. ഇഗുച്ചിയുടെ ഉത്തരവ് പ്രകാരം താൻ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് എന്ന് നിക്ക് ഇൻസ്പെക്ടറോട് പറഞ്ഞു. അതറിഞ്ഞ ലില്ലി കോപാകുലയായി. അവൾ നിക്കിന്റെ മുഖത്തടിക്കുകയും തന്നെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിക്ക് സ്വയം ബലിയാടാവുകയാണ് എന്ന തരത്തിൽ പറയുകയും ചെയ്തു. ഈ കാലത്തിനിടയിൽ ലില്ലി നിക്കിനെ ഇഷ്ടപ്പെടാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇൻസ്പെക്ടർ കറ്റാനോയോടൊപ്പം നിൽക്കാൻ നിക്ക് തീരുമാനിച്ചു.
നിക്ക് കറ്റാനോയെ തന്റെ പ്രധാന ഒളിത്താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം നിക്ക് മനസ്സിലാക്കി. മറ്റു സുഹൃത്തുക്കളും ജയയുടെ മയക്കുമരുന്ന് ബിസിനസ്സിൽ പങ്കാളികളാണ്. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് നിക്ക് അവരോടെല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ നിയമവിരുദ്ധ ബിസിനസ് ഉപേക്ഷിക്കണം. ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരം അവൻ അവർക്ക് വാഗ്ദാനം ചെയ്തു. തന്നോടൊപ്പം പ്രവർത്തിക്കുകയും ഇക്കുച്ചിക്കെതിരെ സാക്ഷി പറയുകയും ചെയ്താൽ ഒരു കുഴപ്പമില്ലാതെ അവർക്ക് രക്ഷപ്പെടാം എന്നും നിക്ക് വ്യക്തമാക്കി. പക്ഷേ നിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തായ് എന്ന പേരുള്ള ഒരുത്തൻ അവിടുണ്ടായിരുന്ന തന്റെ സുഹൃത്തിന്റെ കഴുത്തറുത്തു. നിക്ക് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. എല്ലാം മാറിയിരിക്കുന്നു. സൗഹൃദമൊന്നും അവിടെ നിഴലിക്കുന്നില്ല എന്ന് നിക്ക് തിരിച്ചറിഞ്ഞു. അടുത്തത് താനായിരിക്കും എന്ന് നിക്ക് ഉറപ്പിച്ചിരുന്നു. തായാണെങ്കിൽ നിക്കിന്റെ അടുത്തേക്ക് നടന്നെടുക്കാൻ തുടങ്ങി. പക്ഷേ തായ് അവനെ ആക്രമിക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ ജനലിലൂടെ ഒരു കല്ല് പറന്നുവന്ന് തായുടെ തലയിലിടിച്ചു. ചുറ്റും നോക്കുമ്പോ എല്ലാ ഭാഗത്തു നിന്നും കല്ലുകൾ വന്ന് വീഴുന്നത് നിക്ക് കണ്ടു. ഇകുച്ചിയുടെ വിശ്വസ്തനായ നെക്കാജിമയായിരുന്നു ആ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നത്. നെക്കാജിമയ്ക്ക് സ്വന്തമായ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ജപ്പാനിൽ നിന്നുള്ള എല്ലാ ചൈനീസ് കുടിയേറ്റക്കാരെയും ഇല്ലാതാക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ അവന് മുൻനിരയിലെത്താൻ സാധിക്കൂ. നിക്കിനെയും അവന്റെ സുഹൃത്തുക്കളെയൊക്കെയും കൊല്ലാൻ നെക്കാജിമ പദ്ധതിയിട്ടിരുന്നു. കൂട്ടത്തിൽ ഇകുച്ചിയെയും. യാക്കുസ സംഘം മൊത്തമായും ഇകുച്ചിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ചൈനീസ് ഇമിഗ്രൻസിനെ ഉപയോഗിച്ച് ഇകുച്ചി വളർന്നതിൽ നെക്കാജിമയ്ക്കും മറ്റും വലിയ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നടന്ന ശക്തമായ ഏറ്റുമുട്ടലിൽ ഇകുച്ചിയും നിക്കും കിറ്റാനോയും മാത്രം ബാക്കിയായി. ഇകുച്ചി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നെക്കാജിമ ഇകുച്ചിയെ വെടിവെച്ചു. ഇകുച്ചി മരണപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയോ ഒരു പെൺഡ്രൈവ് പുറത്തെടുത്തു. അത് നിക്കിന് കൊടുത്ത ഇകുച്ചി ഇത് ഇൻസ്പെക്ടർ കറ്റാനോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അതിൽ യാക്കുസയ്ക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും ഉണ്ടായിരുന്നു. പരിക്കേറ്റിരുന്ന നിക്കാകട്ടെ അവിടെ നിന്ന് പുറത്തു കടന്നോടാൻ തുടങ്ങി. പോലീസും അപ്പോഴേക്കങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയിരുന്നു. പരിക്കേറ്റ അവസ്ഥയിലുള്ള നിക്ക് തന്റെ സുഹൃത്തായ ജയെ തിരഞ്ഞു. ആക്രമണം നടന്ന ഇടത്തു നിന്ന് ജയ് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോന്നെങ്കിലും അവന് സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവനും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. തന്നെ ആക്രമിച്ച യാക്കുസ സംഘത്തിനോടുള്ള വെറുപ്പ് കാരണമായിരുന്നു അവരുടെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെയും തെളിവടങ്ങിയ ആ പെൺഡ്രൈവ് മരണത്തിനു മുമ്പ് ഇകുച്ചി നിക്കിന് കൊടുത്തത്. നിക്ക് പിന്നാലെ യൂക്കോയെ വിളിച്ചു. ഇകുച്ചി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു. മീറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ അടുക്കൽ ഒരു ലൊക്കേഷൻ പറയുകയും ചെയ്തു. പക്ഷേ നിക്കറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. നിക്ക് യൂക്കോയെ വിളിക്കുന്നതിന് മുമ്പേ യാക്കുസ സംഘത്തിലുള്ള ടൊഗാവയും സംഘവും യൂക്കോയുടെ വീട്ടിൽ ആക്രമിച്ചു കയറിയിരുന്നു. നിക്ക് പറഞ്ഞ കാര്യങ്ങൾ അവർ വ്യക്തമായി കേട്ടു. യൂക്കോയോട് നിക്ക് വരാൻ പറഞ്ഞത് ഓക്കുബോ സ്റ്റേഷനിലേക്കായിരുന്നു. വിവരം മനസ്സിലായതും അവർ നിക്കിനെ കൊല്ലാൻ വേണ്ടി തങ്ങളുടെ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ചു. അങ്ങനെ നിക്കിനെതിരെ യാക്കുസ ഗ്യാങ്സ്റ്റേഴ്സ് എത്തിച്ചേർന്നു. നിക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ആ യാക്കുസ സംഘം അവന് മേൽ മാരകമായ പരിക്കുകൾ ഏൽപ്പിച്ചു. ഒടുവിൽ അവിടെ എത്തിയിരുന്ന നക്കാജിമ നിക്കിനെ കൊല്ലാനായി തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ കറ്റാനോ എത്തിച്ചേർന്നു. നക്കാജിമയെ വെടിവെച്ച് ഇൻസ്പെക്ടർ നിക്കിനെ രക്ഷപ്പെടുത്തി. ഏറെ പരിക്കുപറ്റിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടായിരുന്ന നിക്ക് അവിടുണ്ടായിരുന്ന അഴുക്കുചാലിന്റെ ഭാഗത്തേക്കോടി. കറ്റാനോയും പിന്നാലെ ചെന്നിരുന്നു. പണ്ട് നിക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ച അതേ അഴുക്കുചാലായിരുന്നു അത്. പക്ഷെ അങ്ങോട്ടേക്കെത്തിയ കറ്റാനോ കണ്ടത് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന നിക്കിനെയായിരുന്നു. ഒഴുക്കിലും പെട്ട് അവൻ വല്ലാതെ അവശതയിലായി കഴിഞ്ഞിരുന്നു. ആ ഒഴുക്കിൽ നിന്നും അവനെ പുറത്തെടുക്കാൻ കറ്റാനോ പരമാവധി ശ്രമിച്ചു. പക്ഷേ നിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ പുറത്തെടുത്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല കറ്റാനോയ്ക്ക് നീന്താനും അറിവുണ്ടായിരുന്നില്ല. പിന്നാലെ നിക്ക് തന്റെ കയ്യിൽ കിട്ടിയിരുന്ന ആ പെൺഡ്രൈവ് കറ്റാനോയ്ക്ക് നൽകി. പിന്നാലെ ഒഴുക്ക് നിക്കിന്റെ ശരീരവുമായി മുന്നോട്ടേക്ക് ഒഴുകി നീങ്ങാൻ തുടങ്ങി. മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ അവസാന സമയത്ത് നിക്കിന്റെ ഓർമ്മകളിൽ കൂട്ടുകാരോടൊപ്പം സിമ്പിളായി താൻ ജീവിച്ചിരുന്ന ആ കാലത്തെ ഓർമ്മകൾ തെളിഞ്ഞു. അന്ന് അത്രമേൽ സന്തോഷം അവർക്കിടയിൽ നിലനിന്നിരുന്നു. സ്നേഹം തേടിയായിരുന്നു ഷിൻജുക്കുവിലേക്ക് നിക്ക് എത്തിച്ചേർന്നത്. പക്ഷേ സ്നേഹത്തിന് അവന് ചോരയുടെ വില നൽകേണ്ടി വന്നു. ആ യാത്ര അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വാളെടുത്തവൻ വാളാലെന്ന രീതിയിൽ അവനും ഇല്ലാതാക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഷിൻജുക്കു ഇൻസിഡന്റ് എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.